എങ്കിൽ രാവിലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് കേട്ടോ. 1 മണിക്കൂറിനകം ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഉറക്കച്ചടോടെ തലയൊക്കെ ഒന്ന് വാരി പിടിച്ച് കെട്ടും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ എന്തൊക്കെയോ സംസാരിക്കുകയാണ് കേട്ടോ. കണ്ണും മുഞ്ഞൊക്കെ വീങ്ങിയിരിക്കുന്നു, ഉറക്കമില്ലാത്തതുകൊണ്ടെന്നൊക്കെ സ്വയം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം വന്ന് എന്നും പതിവ് പോലെ രാവിലെ 1 ലിറ്റർ വെള്ളം കൃത്യമാണ് കേട്ടോ. അപ്പം അത് കുടിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ ചെയ്യുന്നത് പോലെ പറ്റുന്നവരൊക്കെ ഒന്ന് പരീക്ഷിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, എങ്ങും പോകേണ്ട ആവശ്യമില്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മളിതുപോലുള്ള നല്ല ശുദ്ധജലം 1 കുപ്പി കുടിക്കാൻ പറ്റുമെങ്കിൽ 1 കുപ്പി, അല്ലെങ്കിൽ ഒരു 2-3 ഗ്ലാസ്സെങ്കിലും ഡെയിലി കുടിക്കുക. ആ ഒരു വെള്ളത്തിൻ്റേതായ ഒരു എനർജി നിങ്ങളൊരു സ്ഥിരം ഒരു 3 ദിവസം കുടിക്കുമ്പോൾ തന്നെ, 1 ദിവസം ആകുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഞാൻ എൻ്റെ കൂടുതൽ ദിവസവും ഈ ഒരു കുപ്പി വെള്ളത്തിലാണ് രാവിലത്തെ കാര്യങ്ങൾ ഒതുക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് വീട്ടിൽ നിൽക്കുന്ന ദിവസമായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ചായപ്പതവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ആ വെള്ളം കൃത്യമായി ഞാൻ കുറേശ്ശെ കുടിക്കുകയാണ്. കാരണം വയറൊന്ന് നിറഞ്ഞു വന്നപ്പോൾ കൈ കൊണ്ടൊക്കെ ഒരു വ്യായാമം കൊടുക്കുകയാണെന്ന് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി കേട്ടോ. അപ്പം ആ ഒരു കുപ്പി വെള്ളവും നമ്മൾ ഏകദേശം ഇപ്പോൾ തന്നെ കുടിച്ച് തീർക്കുന്നതാണ്. അപ്പോൾ ഏകദേശം നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ ഞാൻ 1.5 കുപ്പി വെള്ളമോളം കുടിക്കും. ഏകദേശം ഇന്ന് ഞാൻ ഈ ഒരു കുപ്പി വെള്ളത്തിൽ നിർത്തുകയാണ്. കാരണം വീട്ടിൽ നിൽക്കുന്ന ദിവസം ഉണ്ട് ഒരു ചായപ്പതുണ്ട്. അപ്പം ആ ഒരു കുപ്പി വെള്ളവും നമ്മൾ കുടിച്ച് തീർത്തിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം എന്നും ചെയ്യുന്നത് പോലെ ഹാളിലേക്ക് പോയി 1 മണിക്കൂർ സ്വയം ഒരു വർക്കൗട്ട്. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ജിമ്മിലൊന്നും പോകണമെന്ന് പൈസ ഇല്ലാത്തവർക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സ്ഥലത്ത് ഉള്ള പരിധിക്കനുസരിച്ച് നമുക്ക് നമ്മളാൽ കഴിയുന്ന ഒരു വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇവിടെ നമ്മൾ വണ്ടി എങ്ങനെയാണ് ചവിട്ടി സ്റ്റാർട്ടാകും, അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്ന പവറാണ് ആ ശരീരത്തിന് കൂടുതൽ എനർജി നൽകുന്നത് കേട്ടോ. അപ്പോൾ ഈ വർക്കൗട്ട് ഒരുപാട് പ്രയോജനം ചെയ്യും എല്ലാവർക്കും. എൻ്റെ തൊണ്ട എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പനി വന്ന് എൻ്റെ സൗണ്ടൊക്കെ പോയി കൊണ്ട് ആരും ഒന്നും വിചാരിക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഈ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് തിരിയുന്നില്ല. കാരണം നടു മാത്രം, ആ കൈ മാത്രമാണ് തിരിഞ്ഞ്. ബാക്കിലൊരു ചിഹ്നമുണ്ട്, ആ ചിഹ്നത്തിൽ 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതുപോലെ ഇത് ഞാൻ കുറച്ച് നേരം നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ഏകദേശം ഈ ഒരു വർക്കൗട്ട് ഞാൻ ഒരു ഭാഗം തന്നെ ഞാൻ ഏകദേശം ഒരു 30 മിനിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ആകും കേട്ടോ. അപ്പം ഏകദേശം 1 മണിക്കൂർ ഞാൻ ഈ വർക്കൗട്ടിനായിട്ട് രാവിലത്തെ സമയം മാറ്റും. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ പെട്ടെന്ന് ഞാൻ ചെയ്ത് തീർക്കാവുന്ന വർക്കൗട്ടുകൾ പെട്ടെന്ന് ഞാൻ ചെയ്യും. സമയത്തിനനുസരിച്ചാണ് കേട്ടോ. സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ, ഇല്ലെങ്കിൽ അരമണിക്കൂർ, ഇല്ലെങ്കിൽ 15 മിനിറ്റ്. ഈ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ എല്ലാ വർക്കൗട്ടും ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിക്കാതിന് ശേഷം നമ്മുടെ കൈപ്പത്തിക്ക് നല്ലൊരു ബലം കൊടുക്കണം. നമ്മൾ എല്ലാവരും വിചാരിക്കും ബാക്കിയുള്ള വർക്കൗട്ടൊക്കെ മതിയെന്നൊന്നും അല്ല. നമ്മുടെ കൈപ്പത്തിയിലൊരു വർക്കൗട്ടുണ്ട്. അത് ഞാൻ ശകല നേരെ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. എന്തായാലും നിങ്ങൾ ഒന്ന് നോക്കി വെച്ചോളുക. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും കാലിൻ്റെ തള്ളവിരൽ തൊട്ട് നല്ല വർക്കൗട്ട് കൊടുക്കണം. അതിനുശേഷം ഞാൻ എൻ്റെ മുഖത്തിന് വേണ്ടി ഒരു ചെറിയ വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയാൽ അവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് നേരം കസേരയിൽ ചരിച്ച് കിടത്തി അവരിതുപോലെ ചെയ്യും. നമുക്ക് കിട്ടുന്ന സമയമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഇപ്പം ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റത്തില്ല, അന്നന്ന് ഇറങ്ങിപ്പോയി അന്വേഷിക്കുന്നവർക്കൊക്കെ. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുക. നല്ലൊരു എനർജിയാണ് നമുക്ക്. കാരണം ഈ 46-ാം വയസ്സിലും എൻ്റെ ഈ ചെറിയ വർക്കൗട്ട് എൻ്റെ ഫലമാണ് ഞാൻ ഇന്നും വലിയ കുഴപ്പമില്ലാതെ എന്ത് ജോലികളും ചെയ്യാൻ തയ്യാറായി നടക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ശരീരത്തെ കൂടി ഒന്ന് സൂക്ഷിക്കുക, നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുക. ഒരു കണ്ണാടിയിൽ നോക്കിയെന്നാണ് നമ്മൾ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറേയും കൂടി ഒരു എനർജിയാണ് അവിടെ നമുക്ക് വരുന്നത്. കാരണം നോക്കി ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും നമുക്ക് സമയം പോകുന്നത് അറിയത്തില്ല. എത്രത്തോളം വർക്കൗട്ട് ചെയ്യാമോ അത്രത്തോളം ഒരു എനർജിയാണ്. ആ 1 കുപ്പി വെള്ളത്തിലാണ് ഞാൻ ഇത്രയും നേരം വർക്കൗട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇനിയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ മൂക്കിൻ്റെ ആ ഭാഗം എന്ന് പറഞ്ഞാൽ ആ മൂക്കിൻ്റെ ആ ഭാഗം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ
ആ മൂക്കിൻ്റെ പാലത്തിനൊക്കെ ശ്വാസം എടുക്കുമ്പോഴൊക്കെ നമുക്ക് പ്രത്യേക ഒരു എനർജിയാണ് കേട്ടോ. കണ്ണിൻ്റെ അവിടെയൊക്കെ നല്ലതുപോലെ തിരുമ്മി കൊടുക്കുന്ന കണ്ണിൻ്റെ ആ ഭാഗത്ത് കറുപ്പ് പോകാനാണ് കേട്ടോ. അതുപോലെ മോണ വീർപ്പിക്കുന്നത് നമ്മുടെ കവിള് വീങ്ങാൻ വേണ്ടിയാണ്. പിന്നെ ചുണ്ട് ഒരു മസാജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പല്ലിൻ്റെ മോണകൾക്കൊക്കെ ഒരു അനക്കം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ തന്നെ നമ്മൾ കുഞ്ഞിലെ പ്രസവിച്ചിടുമ്പം അമ്മമാർ ഇതൊക്കെ ചെയ്താണ് നമ്മളെ നടത്താൻ പഠിപ്പിക്കുന്നത് അല്ലേ. ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ അമ്മമാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൈ മേലോട്ടാക്കും, കാല് മേലോട്ടാക്കും, മൂക്കിൻ്റെ അവിടെ മസാജ് ചെയ്ത് തരും. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ ചെവിയുടെ 2 സൈഡും കൂടെ ഒന്ന് കൈ കൊണ്ട് മസാജ് കൊടുക്കും കേട്ടോ. അതൊരു പ്രത്യേക ഒരു സുഖമാണ് നമുക്ക്. അപ്പം ഇതൊക്കെ തന്നെ നിങ്ങളുമൊക്കെ ഒന്ന് പരീക്ഷിക്കുക. നമ്മളാൽ കഴിയുന്നത് ഒക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ കൂടി നമ്മളൊന്ന് സൂക്ഷിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരം ഉണ്ടെങ്കിലേ നമ്മളൊരു ഓടുന്ന വണ്ടിയാണ് കേട്ടോ. അവിടെ ഒരു നടക്കുന്ന നടരാജൻ വണ്ടി എന്ന് വിചാരിച്ച് നിങ്ങളൊക്കെയും നിങ്ങളുടെ വീട്ടിൽ ഒക്കുന്ന സ്ഥലത്ത് വെച്ച് ഒക്കുന്ന സമയമൊക്കെ നമ്മുടെ ശരീരത്തെ കൂടി ഒന്ന് സ്നേഹിക്കുക. പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ടുകളൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് എനിക്ക് ഒരു ചായപ്പതുണ്ട്. ശനിയും വെള്ളിയുമാണ് ചായപ്പതിവ്. അപ്പം ചേട്ടൻ ഇന്നലെ ഇത്തിരി പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ചായയൊക്കെ റെഡിയാക്കി അത് ഒഴിച്ച് കൊണ്ടുവന്ന് ചേട്ടനൊക്കെ ഒരു ഗ്ലാസ് കൊടുത്ത് ഞാനും കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഈ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 12 മണി വരെ വലിയ ആഹാരമൊന്നും വേണമെന്ന് നിർബന്ധമൊന്നും ഉള്ള ഒരാളല്ല. എൻ്റെ ഏറ്റവും കൂടുതൽ എനർജി ഈ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ. പനിയൊക്കെ ആണെങ്കിൽ ചെറിയ ചൂടാക്കി ഞാൻ കുടിക്കും. അപ്പം ചായയൊക്കെ കുടിച്ചു, ഇച്ചിരി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട ചായയാണ്. അതും വയറ്റിന് നല്ല ഉന്മേഷമാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും